ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അഭയം തേടാനുള്ള സ്ത്രീകളുടെ കഴിവ് അപാരമാണ്. അത് മറക്കലല്ല, മറന്നെന്നൊരു നടിക്കലാണ്. നടിച്ച് നടിച്ച് നടുക്കുകയാണെന്ന് പോലും മറക്കലാണ്. ഇതെൻ്റെ വരികളല്ല, ഈ പുസ്തകത്തിലേതാണ്. സ്ത്രീഭാവങ്ങളെ 9 കഥകളിലേക്ക് ആവാഹിച്ചിരിക്കുന്നു. അതാണ് അശ്വതി ശ്രീകാന്തിൻ്റെ കാളി എന്ന കഥാസമാഹാരം. ഇതിലെ കഥകളെല്ലാം നമ്മൾ എപ്പോഴൊക്കെയോ കണ്ടു മറന്ന സ്ത്രീകളുടെ അനുഭവങ്ങളാണ്. ഭർത്താവിൻ്റെ ഇഷ്ടമാണ്, അതുമാത്രമാണ് തൻ്റെയും ഇഷ്ടമെന്ന് ശീലിച്ച് ഭർത്താവിൻ്റെ വിയോഗത്തിന് ശേഷം മാത്രം സ്വാതന്ത്ര്യമെന്തെന്ന് അറിയുന്ന ആനിയമ്മ. മാതാപിതാക്കളുടെ ഇഷ്ടം നടപ്പിൽ വരുത്താൻ വേണ്ടി പഠിക്കേണ്ടി വന്ന മൾബറി കഥയിലെ പെൺകുട്ടി. മനപ്പൊരുത്തമില്ലാത്തയിടത്ത് ജാതകപൊരുത്തം നോക്കി മാത്രം നിസ്സഹായയായി ജീവിക്കുന്ന രശ്മി. ഇങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. എന്നാൽ ഇതിൽ നിന്നും വിഭിന്നമായി ഫാൻറ്റസിയുടെയും മിസ്റ്ററിയുടെയും ലോകത്തേക്ക് കൊണ്ടുപോകുന്ന കഥകളും ഈ പുസ്തകത്തിൽ കാണാം. ഏറ്റവും അടുപ്പമുള്ളവരുടെ ഉള്ളുപോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് അടിവരയിട്ടുകൊണ്ടാണ് കള്ളി എന്ന കഥ അവസാനിക്കുന്നതെങ്കിൽ പ്രസവിക്കാൻ മാത്രമുള്ള യന്ത്രമായി സ്ത്രീയെ കണ്ടിരുന്നൊരു കാലത്തെ ഓർമ്മപ്പെടുത്തിയാണ് ചിത്തിര അവതരിപ്പിക്കുന്നത്. 9 കഥകളിലായി വ്യത്യസ്തങ്ങളായ 9 സ്ത്രീഭാവങ്ങൾ ഒരു സുഹൃത്തിൽ നിന്ന് കേൾക്കുകയാണ് എന്ന ലാഘവത്തോടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഈ അവതരണ ശൈലിയാവാം നിർത്താതെ വായിക്കാൻ ഈ പുസ്തകം നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇതിലെ കഥകളെ ഒന്നാകെ പറയാൻ ഇതിലത്തെ വാചകങ്ങൾ തന്നെ കടമെടുത്താൽ ഇങ്ങനെ പറയാം. കെട്ടിയ മുടിയൊന്ന് അഴിച്ചിട്ടാൽ മതിയല്ലോ പെണ്ണുങ്ങൾക്ക് ആളുമാറാൻ. പൊട്ട് തൊട്ടാലൊന്ന്, തൊടാഞ്ഞാൽ മറ്റൊന്ന്. വളയിട്ടാലൊന്ന്, ഇല്ലെങ്കിൽ മറ്റൊന്ന്. കണ്ണെഴുതിയാലൊന്ന്, ഇല്ലെങ്കിൽ മറ്റൊന്ന്. അങ്ങനെ മാറിക്കളയും പെണ്ണുങ്ങൾ.